പരുന്തുംപാറ റൂട്ടിലോട്ട് തിരിഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്നൊരു 4.5 കിലോമീറ്റർ ഉണ്ട് നമുക്ക് പരുന്തുംപാറയ്ക്ക് പോകാനായിട്ട്. അപ്പോൾ ആ 4.5 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മുടെ നീലക്കുറിഞ്ഞ് പൂത്ത് കിടക്കുന്ന പരുന്തുംപാറ മലനിരകളിൽ നമുക്ക് എത്തിച്ചേരാം. അപ്പോൾ ബാക്കി അങ്ങോട്ട് ചെന്നിട്ട് കാണാം. നമസ്കാരം. നമ്മളിപ്പോൾ കുട്ടിക്കാനം പരുന്തുംപാറയിലാണുള്ളത്. അപ്പോൾ പരുന്തുംപാറയിൽ ഇപ്പോഴത്തെ പ്രത്യേകത എല്ലാവരും കണ്ടു കാണുമായിരിക്കുമല്ലോ, വാർത്തകളിലൂടെയൊക്കെ അറിഞ്ഞു കാണും. നമ്മുടെ പരുന്തുംപാറയിൽ നീലക്കുറിഞ്ഞ് പൂത്തിരിക്കുകയാണ്. അപ്പോൾ നീലക്കുറിഞ്ഞ് പൂത്തത് കാണാൻ വേണ്ടിയിട്ട് പരുന്തുംപാറയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണ്ട ആ മലയിലോട്ട് പോവാം. ഈ മല കയറി ഇറങ്ങി അപ്പുറത്തെ മലയിൽ ചെന്നെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ മല നിറച്ച് കുറിഞ്ഞ് പൂത്ത് കിടക്കുക. അപ്പോൾ അവിടെ വണ്ടി നിർത്തി അവിടെ ഇറങ്ങാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഈ മലയെ കൂടെ നടന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പം പിന്നെ ഈ മലകളിലൂടെ നടന്ന് അവിടെ വരെ എത്തുന്നതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കുറിഞ്ഞു പൂത്ത് കിടക്കുന്ന, പക്ഷെ അവിടെ നിന്ന് ആരും എത്തിയിട്ടില്ല അല്ലേ? ആ മല നിറച്ച് അവിടെ ഇവിടെ ഇതോ അവിടെ എല്ലാം ഉണ്ടെണ്ണ നോക്ക്. കൊള്ളാല്ലേ, അടിപൊളി കാറ്റ്. പരുന്തുംപാറ വ്യൂ പോയിന്റ് കണ്ടോ? അപ്പോൾ അവിടുന്ന് മല നടന്ന് മുകളിൽ കയറിയതാ. ഈ കാണുന്ന മലകളിലെല്ലാം ഓരോ ഭാഗങ്ങളിൽ കുറിഞ്ഞുണ്ട്. അവിടെ കുറേ പശുക്കളൊക്കെ നല്ല മെയിൻ ചുമ്മാ പശുവിൻ്റെ ഇടി കൊള്ളണ്ട. പിന്നെ ഇവിടുന്ന് നടന്ന് എങ്ങോട്ട് പോകണം? അവിടെ പോയാലും കാണാം, താഴെ പോയാലും കാണാം. സ്ഥലത്തെ പറ്റി 2 വാക്ക് പറയണം. പരുന്തുംപാറ മനോഹരമായൊരു ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ? നിപ്പി മഞ്ഞ് കയറി മൂടി വരുന്ന സ്ഥലം. നമ്മൾ വന്നോണ്ടൊന്നും മഞ്ഞുമില്ല മഞ്ഞുമില്ല, ഒന്നുമില്ല, മഴ വരുന്നുണ്ട്. പറയാൻ പറ്റത്തില്ല, ചിലപ്പം നിപ്പി തന്നെ മഞ്ഞ് വന്ന് കയറി മൂടും. മൂടിയാ മതിയായിരുന്നു. നമ്മൾ ഒരു മല കീഴടക്കി അടുത്ത മലയിലോട്ട് പോവാം. ഈ ചരുവിൽ മൊത്തം നീലക്കുറിഞ്ഞുണ്ട് കേട്ടോ. പക്ഷെ അങ്ങോട്ട് ഇറങ്ങുന്ന ഡേഞ്ചറാ, സൂക്ഷിച്ചോണം ഇറങ്ങാം. താഴെ കൊണ്ട് റോഡ്, ആ കാണുന്ന പരുന്തുംപാറയിലെ ഹിൽ ടോപ്പിലോട്ടുള്ള റോഡാത്. അങ്ങനെ നമ്മൾ അവസാനം നീലക്കുറിഞ്ഞിയുടെ ആ മലയിലെത്തി. ഞാനിപ്പോൾ ഇരിക്കുന്നത് നീലക്കുറിഞ്ഞിയുടെ ഇടയിലാണ്. കണ്ട, കുറച്ച് കോടമഞ്ഞുകളുണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. സൂപ്പറല്ലേ?